നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പം നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായ ദുരന്തമാണ് കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവർ ചെയ്ത് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ? യുവന്മാരെന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തിനെ കൊണ്ട് കൂട്ടക്കൊല ചെയ്യുവോ? ഈ യുക്തി എന്റെ തലയ്ക്കകത്ത് പോവും. അപ്പൊ ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിറ്റ്ലർ മാത്രമല്ല റഷ്യക്കാർ ഇവനെതിരായിരുന്നു, ജൂതന്മാർക്ക് എതിരായിരുന്നു. ജൂതന്മാർ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാവർക്കും എതിരായിരുന്നു. കഷ്ടിച്ച് കേരളത്തിൽ മാത്രമേ ഇവര് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നവരെ മാത്രമേ നാട്ടുകാരുമായിട്ട് വലിയ ഫ്രിക്ഷൻ ഇല്ലാതെ പോയിട്ടുള്ളൂ. ബാക്കി പലയിടത്തും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവർ വേറൊരു തരം ആളുകളായിരുന്നു. അവർ ഇന്റലക്ച്വലി വളരെ ബുദ്ധിമാന്മാരാണ്, ഷാർപ്പാണ്, ഷ്രൂഡാണ്. അതുകൊണ്ട് നാട്ടുകാര് ഒരു ശരാശരിക്കാരാണെങ്കിൽ അവന്മാരെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കും. അവരുടെ കാശല്ല ഇവരുടെ കയ്യിലാവും. മനസ്സിലായില്ലേ? ജൂതന്മാര് വലിയ തന്ത്രജ്ഞന്മാരും കുശാഗ്ര ബുദ്ധിക്കാരുമാണ്. നമ്മള് മർച്ചന്റ് ഓഫ് വെനീസ് പഠിച്ചിട്ടുണ്ടേ അറിയാം. മർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ്. മർച്ചന്റ് ഓഫ് വെനീസിലെ വില്ലൻ ആരാ? ഷൈലോക്കാണ്. ഷൈലോക്ക് എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാരനാണ്, കൊള്ളപ്പലിശക്കാരനായ ഒരു ഷൈലോക്കാണ്. അവിടെ പണമില്ലെങ്കിൽ അതിന് തൂക്കം മാംസം വേണമെന്ന് അറുത്തെടുത്ത മനുഷ്യൻ. അപ്പൊ ചരിത്രത്തിലും സാഹിത്യത്തിലും പോലും ജൂതനതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലൂടെ സഞ്ചരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളും ജൂതന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ എപ്പോഴും ഈ ഇസ്രായേൽ ജനതയെ എന്തോ അവരുടെ ഭാഗം ചേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിനോട് ഇസ്രായേലികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അവർ ക്രിസ്ത്യൻസിനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അപ്പോൾ അമേരിക്കയായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമാണ്. പക്ഷേ മറ്റുള്ള ആളുകൾ മതം വെച്ച് നോക്കുമ്പോൾ അവർക്ക് മതത്തിൻ്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനോട് അവർക്ക് താല്പര്യമില്ല. കൂടുതൽ ഇവരുടെ ആചാരങ്ങളുമായിട്ട് അടുപ്പം മുസ്ലിം സമുദായത്തിനാണ്. കാരണം അവർ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒന്നും ആരാധിക്കുന്നില്ല. പിന്നെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങളുമായി അടുപ്പമുണ്ട് അവർക്ക്, കുറേ കാര്യങ്ങൾക്കൊക്കെ. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതും കൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ യഹൂദന്മാരെ പറ്റി പറയുമ്പോൾ ഇവരുടെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. ഈ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും ഇവർ പല എഗ്രിമെൻറ്റുകളും തെറ്റിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതായത് രഹസ്യമായ രീതിയിൽ പ്രവർത്തിക്കുക, അതുപോലെ തന്നെ പല യുദ്ധ പല അഗ്രിമെൻറ്റുകളും ഉണ്ടാവും അന്നത്തെ. ആ അഗ്രിമെൻറ്റുകളൊക്കെ ഇവർ പാലിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളായിരുന്നു അന്ന് തന്നെ. പിന്നെ ഈ ഇസ്രായേലിൽ തന്നെ ആ ഭാഗത്ത് ഖലീഫയുടെ ഉമറിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർക്കൊരു നല്ലൊരു കാലഘട്ടം ഉണ്ടായത്. ബാക്കി കുരിശുദ്ധം അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ, അതുപോലെ പല പല പ്രശ്നങ്ങളിലേക്ക് ഇവർ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും പുറത്താക്കുകയും ചെയ്ത് ഒരു രാജ്യത്ത് പോലും പോളണ്ട് എന്ന ഈ മുസ്ലിങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു, കേന്ദ്രമായിരുന്നു. അവിടെ ഇവർക്ക് അഭയം കൊടുത്തായിരുന്നു മുസ്ലിങ്ങൾ. ഇപ്പം മുസ്ലിങ്ങൾക്ക് എതിരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര അടി. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ട് അവർ തമ്മിൽ ഒരു നല്ലൊരു ഫ്രണ്ട്സാക്കി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാതെ ഇത് കാലകാലം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ ആ ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കണം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം.